പലരും ഇന്നും ചെയ്തു വരുന്ന ശീലമാണ് മൂക്കിൽ തോണ്ടുക എന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ ഒരു ശീലം നമ്മൾ കണ്ടുവരാറുണ്ട്. എന്നാൽ അനാവശ്യമായി മൂക്കിൽ തോണ്ടുന്നത് മറവി രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിലെ മറവി രോഗത്തിന്റെ നിരക്ക് ഈയിടെയായി വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. എലിയിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. ചിലരിൽ ഇത്തരത്തിലുള്ള ശീലം ദോഷം ചെയ്യില്ല എന്നും മറ്റു ചിലരിൽ ഇത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. മൂക്കിൽ ആവശ്യമില്ലാതെ തോണ്ടുമ്പോൾ നമ്മുടെ കൈവിരലുകളിലുള്ള ബാക്ടീരിയകളും മറ്റ് അണുക്കളും ശരീരത്തിനുള്ളിൽ എത്തുന്നു. ഇവ നമ്മുടെ ഘ്രാണനാഡിയിലൂടെ തലച്ചോറിലെത്തുകയും ഇത് തലച്ചോറിൽ അമ്ലോയിഡ് ബീറ്റ പ്രോട്ടീന്റെ നിക്ഷേപത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് അൽസൈമേഴ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ കാരണമാകുന്നു. ഓർമ്മക്കുറവിനും ശരിയായ ആശയവിനിമയം തടസ്സപ്പെടുത്താനും കാരണമാകുന്ന ഒന്നാണ് അമ്ലോയിഡ് ബീറ്റ പ്രോട്ടീൻ. 55 മില്യൺ ആളുകൾക്ക് ഡിമെൻഷ്യ, അൽസൈമേഴ്സ് പോലുള്ള അവസ്ഥ പിടിപെട്ടതായാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലവിലുള്ള കണക്ക് പ്രകാരമുള്ള റിപ്പോർട്ട് പറയുന്നത്. ഇതിൽ തന്നെ 60% ആളുകളും ജീവിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലാണ്. ഓരോ വർഷവും 10 മില്യൺ കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മരണത്തിന് പോലും കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യരിലെ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ക്ലമിഡിയ ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്നത്. ഇവ നമ്മുടെ തലച്ചോറിൽ എത്തുന്നതിലൂടെ നാഡീവ്യവസ്ഥയെ പൂർണ്ണമായും ബാധിക്കും. ശൈത്യകാലത്താണ് ഇത്തരമൊരു അവസ്ഥ പിടിപെടാനുള്ള സാധ്യത കൂടുതൽ. തണുപ്പ് കാലത്താണ് നമുക്ക് ജലദോഷവും ചുമയും ശ്വാസതടസ്സവും കൂടുതലായി ഉണ്ടാകാറുള്ളത്. ഇത് മൂക്കിനെ അസ്വസ്ഥമാക്കുന്നതോടെ മൂക്കിൽ തോണ്ടാനുള്ള പ്രവണത കൂടുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ ചിന്താശേഷിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അൽസൈമേഴ്സിലേക്ക് എത്തുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഈ ഒരു അവസ്ഥ സാധാരണയായി പിടിപെടാറുണ്ട്. കൃത്യമായി മെഡിറ്റേഷൻ, യോഗ എന്നിവ ചെയ്യുന്നതിലൂടെ ഈ ഒരു അവസ്ഥയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. മറവി, മാതാപിതാക്കളെയും സുഹൃത്തുക്കളെ പോലും തിരിച്ചറിയാത്ത അവസ്ഥ, മനസ്സിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക തുടങ്ങിയവ അൽസൈമേഴ്സിന്റെ ലക്ഷണങ്ങളാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.